നമസ്കാരം, ഞാൻ അനഘ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ലോകകപ്പുമായി എത്തിയ സ്പാനിഷ് ടീമിന് മാഡ്രിഡിൽ വൻ സ്വീകരണം. അതിഗംഭീര വരവേൽപ്പാണ് താരങ്ങൾക്ക് ഭരണകൂടവും ജനങ്ങളും ഒരുക്കിയത്. ലോകകപ്പിനൊപ്പം മറ്റു പുരസ്കാരങ്ങളും സ്പെയിനിലേക്ക്. മികച്ച കളിക്കാരനും മികച്ച ഗോളിയും മികച്ച യുവതാരവും സ്പാനിഷ് താരങ്ങൾ. കേരള ഹോക്കി സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ്. ആൺകുട്ടികളിൽ കൊല്ലവും പെൺകുട്ടികളിൽ തിരുവനന്തപുരവും ചാമ്പ്യന്മാർ. സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയറിൽ എറണാകുളത്തിനും ഓവറോൾ കിരീടം. സമ്മാന വിതരണം നടത്തി എൻ പ്രശാന്ത് IAS. വാർത്തകൾ വിശദമായി. ഫിഫ ലോകകപ്പ് വിജയിച്ച സ്പാനിഷ് ടീമിന് തലസ്ഥാന നഗരമായ മാഡ്രിഡിൽ അതിഗംഭീര വരവേൽപ്പ്. സ്പെയിൻ രാജാവ് ഫെലിപ്പയും കുടുംബവും നേരിട്ടെത്തിയാണ് മാഡ്രിഡിൽ വിമാനമിറങ്ങിയ സ്പാനിഷ് താരങ്ങളെ സ്വീകരിച്ചത്. ലോകകപ്പുമായി തിരിച്ചെത്തിയ താരങ്ങളെ സ്വീകരിക്കാൻ സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും എത്തിയിരുന്നു. പിന്നാലെ രാജകൊട്ടാരത്തിൽ സ്വീകരണവും ഒരുക്കി. മാഡ്രിഡ് നഗരത്തിലെ ട്രോഫി പര്യടനത്തിൽ 20 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. താരങ്ങൾ ഒരുമിച്ച് തിളങ്ങുന്നു എന്നെഴുതിയ ഓപ്പൺ ബസ്സിലാണ് സ്പാനിഷ് ടീം മാഡ്രിഡ് നഗരം കറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ വസതിയായ മോൺക്ലെ കൊട്ടാരത്തിനു സമീപത്തു നിന്നാണ് ടീമിന്റെ വിജയാഘോഷങ്ങൾ തുടങ്ങിയത്. ആരാധകരുമായി സംസാരിച്ചും നൃത്തം ചെയ്തും അവർ വിജയം ആഘോഷിച്ചു. ഓരോ താരത്തെയും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചാണ് പ്രത്യേകം തയ്യാറാക്കിയ ആഘോഷവേദിയിൽ എത്തിച്ചത്. 25ാം പിറന്നാൾ ആഘോഷിക്കുന്ന അലക്സ് ബയേനയാണ് സ്വീകരണ പരിപാടികളിൽ ട്രോഫി ഏന്തിയത്. ലോകകപ്പ് ഫൈനൽ വേദിയിലേതുപോലെ നാട്ടിലെ ആരാധകർക്ക് മുന്നിലും കപ്പ് കയ്യിൽ കിട്ടിയ നിമിഷത്തിലെ ആഘോഷങ്ങൾ സ്പാനിഷ് താരങ്ങൾ ആവർത്തിച്ചു. അതേസമയം ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെ നാട്ടിലേക്ക് മടങ്ങിയ അർജന്റീന ടീമിനൊപ്പം മെസ്സി പോയില്ല. താൻ ലീഗ് കളിക്കുന്ന അമേരിക്കയിൽ തന്നെ മെസ്സി തുടരുകയായിരുന്നു. ഫൈനലിൽ തോറ്റെങ്കിലും ആയിരങ്ങളാണ് പിന്തുണയുമായി ബ്യൂണസ് അയേഴ്സിൽ ടീമിനെ സ്വീകരിക്കാനെത്തിയത്. ലോകകപ്പ് മാത്രമല്ല, ലോകകപ്പിലെ പുരസ്കാരങ്ങളും സ്വന്തമാക്കി സ്പാനിഷ് താരങ്ങൾ. ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോളിന് അവകാശിയായത് സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയാണ്. മികച്ച ഗോളിക്കുള്ള പുരസ്കാരം നേടിയത് ഉനൈ സിമോൺ. ലോകകപ്പിലെ മികച്ച കളിക്കാരനും മികച്ച ഗോളിക്കുമൊപ്പം മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും എത്തിയത് സ്പെയിനിലേക്കാണ്. സ്പാനിഷ് പ്രതിരോധത്തിലെ പുതുരക്തമായ 19-കാരൻ പാവു കുബാഴ്സിയെ തേടി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും എത്തി. 7 മത്സരങ്ങളിൽ തന്റെ വല അനങ്ങാതെ കാത്തതാണ് സിമോണിനെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഒരേയൊരു മത്സരത്തിൽ ഒരേയൊരു ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയത്. അത് ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ നേടിയ ഗോളാണ്. ഒരു മത്സരത്തിലും ഒരിക്കലും പിന്നിലാകാതെയാണ് സ്പെയിനിന്റെ കിരീടധാരണം. കിടയേറ്റ പ്രതിരോധമാണ് ഗോൾ വഴങ്ങാതിരിക്കാൻ സ്പെയിനിനെ തുണച്ചത്. ഗോൾഡൻ ബൂട്ട് മാത്രമാണ് മറ്റൊരു ടീമിലേക്ക് പോയത്. 10 ഗോളുകൾ നേടിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയാണ് ഗോൾഡൻ ബൂട്ട് നേടിയത്. 4 അസിസ്റ്റുകളും എംബാപ്പെ നൽകി. കഴിഞ്ഞ ലോകകപ്പിൽ 8 ഗോളുകളുമായി എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടിയിരുന്നു. തുടർച്ചയായ 2 ലോകകപ്പുകളിൽ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരമാണ് എംബാപ്പെ. 8 ഗോളുകളും 4 അസിസ്റ്റുമുള്ള മെസ്സിയാണ് ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ 2ാം സ്ഥാനത്ത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന റെക്കോർഡും ഈ ലോകകപ്പോടെ എംബാപ്പെ സ്വന്തമാക്കി. 22 ഗോളുകളാണ് എംബാപ്പയുടെ സമ്പാദ്യം. 21 ഗോളുകളുമായി മെസ്സി രണ്ടാമതായി. 11ാമത് കേരള ഹോക്കി സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളിൽ കൊല്ലവും പെൺകുട്ടികളിൽ തിരുവനന്തപുരവും ചാമ്പ്യന്മാരായി. ഒളിമ്പ്യൻ PR ശ്രീജേഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 11ാമത് കേരള ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ വിജയിച്ച് ആതിഥേയരായ കൊല്ലം ടീം പുരുഷ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കി. കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ 3-0 തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം 1ാം സ്ഥാനം നേടിയത്. തൃശൂർ 2ാം സ്ഥാനവും തിരുവനന്തപുരം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികളും മെഡലുകളും ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ഗോൾ കീപ്പറും ഒളിമ്പ്യനുമായ PR ശ്രീജേഷ് വിതരണം ചെയ്തു. ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ഫൈനൽ മത്സരം കാണുന്നതിനൊപ്പം കളിക്കാരെ നേരിൽ കണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു. ജൂൺ 29 മുതൽ ജൂലൈ 4 വരെയാണ് മത്സരങ്ങൾ നടന്നത്. ആദ്യം നടന്ന വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം കിരീടം നേടി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൺ-പെൺ ജൂനിയർ താരങ്ങൾ മാറ്റുരച്ചു. കാണികളുടെ വലിയ പങ്കാളിത്തവും ആവേശവും ചാമ്പ്യൻഷിപ്പിന് മാറ്റുകൂട്ടി. കേരള ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കേരള ടീം ക്യാമ്പിലേക്കുള്ള സെലക്ഷനും നടന്നു. സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയറിൽ എറണാകുളത്തിനും ഓവറോൾ കിരീടം.
സമ്മാന വിതരണം നടത്തി എൻ പ്രശാന്ത് IAS. സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജൂനിയർ വിഭാഗത്തിൽ 792 പോയിന്റോടെ തിരുവനന്തപുരം ജില്ല ഓവറോൾ കിരീടം സ്വന്തമാക്കിയപ്പോൾ 633 പോയിന്റുമായി എറണാകുളം രണ്ടാം സ്ഥാനത്തെത്തി. സബ് ജൂനിയറിൽ 468 പോയിന്റ് നേടി എറണാകുളം ജില്ല ചാമ്പ്യന്മാരായി. 384 പോയിന്റുള്ള തിരുവനന്തപുരത്തെ പിന്തള്ളിയാണ് എറണാകുളം ഒന്നാമതെത്തിയത്. സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയ സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് IAS വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേരള അക്വാറ്റിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TS മുരളീധരൻ, മറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 2036 ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടവർ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നും അതിനാൽ സബ് ജൂനിയർ, ജൂനിയർ മത്സരങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും എൻ പ്രശാന്ത് IAS പറഞ്ഞു. 2036 ഒളിമ്പിക്സ് നമ്മൾ ഭാരതം ഹോസ്റ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണെങ്കിലും ഭാരത സർക്കാരാണെങ്കിലും പല രീതിയിലുള്ള പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒളിമ്പിക് ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും നടക്കുകയാണ്. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് സ്വിമ്മിങ് എന്നുള്ളത് മാത്രമല്ല, ഇതൊരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള നിലയ്ക്ക് കാണാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനപ്പുറം സ്വപ്നം കാണാനും കൂടെ നമുക്ക് സാധിക്കുന്നു. 36 ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങാൻ പോകുന്നവരൊക്കെ ഇന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. അതായത് ഇന്നത്തെ ജൂനിയറും സബ് ജൂനിയറൊക്കെയാണ്. ആ ഒരു ബോധത്തോടു കൂടെയുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെയുള്ള പാർട്ടിസിപ്പൻസ് ആയാലും ശരി, കോച്ചസ് ആയാലും ശരി, ഇതിൻ്റെ സംഘാടകരായാലും എല്ലാവരും കാണേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. വിജയിച്ച് മുന്നോട്ടു പോകുന്നവർ ദേശീയ തലത്തിലും തുടർന്നും വെന്നിക്കൊടി പാറിക്കണമെന്നും അദ്ദേഹം ആശംസിച്ചു. ജൂലൈ 16 മുതൽ 19 വരെ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ആകെ 19 പുതിയ സംസ്ഥാന റെക്കോർഡുകൾ പിറന്നു. ജൂനിയർ, സബ് ജൂനിയർ, ആൺ പെൺ വിഭാഗങ്ങളിലായാണ് താരങ്ങൾ പുതിയ റെക്കോർഡുകൾ കുറിച്ചത്. ആൺകുട്ടികളുടെ വാട്ടർ പോളോയിൽ തിരുവനന്തപുരം കിരീടം സ്വന്തമാക്കി. പാലക്കാട് 2ഉം തൃശൂർ 3ഉം സ്ഥാനത്തെത്തി. പെൺകുട്ടികളിലും തിരുവനന്തപുരം തന്നെയാണ് ചാമ്പ്യന്മാർ. പാലക്കാട് 2ഉം എറണാകുളം 3ഉം സ്ഥാനം നേടി. ഓഗസ്റ്റിൽ രാജസ്ഥാനിലും ഒഡീസയിലുമായി നടക്കുന്ന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കും. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. സംസ്ഥാന സീനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തിന് ഓവറോൾ കിരീടം. ആലുവ UC കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കേരള സംസ്ഥാന സീനിയർ പുരുഷ വനിത മിക്സഡ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ കിരീടം നേടിയാണ് എറണാകുളം ഓവറോൾ ചാമ്പ്യന്മാരായത്. പുരുഷ വിഭാഗം ഫൈനലിൽ തൃശൂർ ജില്ലയെ പരാജയപ്പെടുത്തി എറണാകുളം ചാമ്പ്യന്മാരായപ്പോൾ വനിതാ വിഭാഗം ഫൈനലിൽ തൃശൂർ എറണാകുളത്തെ തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കി. തുടർന്ന് നടന്ന മിക്സഡ് വിഭാഗത്തിലും എറണാകുളം ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. ഇന്ത്യൻ വനിതാ താരം PV സിന്ധു ആദ്യമായി ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യനായി. ഫൈനലിൽ ജപ്പാന്റെ അകാനെ യമാഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധുവിന്റെ കിരീടധാരണം. സ്കോർ 21-17, 21-17. 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ ആദ്യമായാണ് സിന്ധു ജപ്പാൻ ഓപ്പണിന്റെ സെമി പോലും കടക്കുന്നത്. 2011 സൈന നേവാൾ സെമിയിലെത്തിയ ശേഷം ഇവിടെ സെമിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരവും സിന്ധുവാണ്. സെമിയിൽ ടോക്കിയോ ഒളിമ്പിക്സിലെ ചാമ്പ്യൻ ചൈനയുടെ ചെൻ യുഫെയെയാണ് സിന്ധു മറികടന്നത്. ഇംഗ്ലണ്ടിനെതിരായ അവസാന ഏകദിനത്തിൽ 27 റൺസിന്റെ തോൽവി വഴങ്ങിയ ഇന്ത്യക്ക് പരമ്പര നഷ്ടം. 3ാം മത്സരത്തിലെ ജയത്തോടെ ഇംഗ്ലണ്ട് പരമ്പര 2-1 സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 50 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. മറുപടിക്കിറങ്ങിയ ഇന്ത്യ പൊരുതിയെങ്കിലും 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസേ നേടാനായുള്ളൂ. രോഹിത് ശർമ്മ ലോർഡ്സിൽ ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 110 പന്തിൽ 138 റൺസ് എടുത്ത 39-കാരനായ രോഹിത് അന്താരാഷ്ട്ര ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായമേറിയ ഇന്ത്യൻ താരമാണ്. 2 തവണ ബാലൻഡിയോർ പുരസ്കാരം നേടിയിട്ടുള്ള ഇംഗ്ലീഷ് ഫുട്ബോൾ താരം കെവിൻ കീഗൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഇംഗ്ലീഷ് ക്ലബ് ന്യൂ കാസലിന്റെ കളിക്കാരനും പരിശീലകനുമായിരുന്ന കെവിൻ ലിവർപൂൾ നായകനായി യൂറോപ്യൻ കപ്പ് ഉയർത്തിയ താരമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് ജർമ്മൻ ക്ലബ് ഹാംബർഗിലേക്ക് ചേക്കേറിയ കെവിൻ 1978-79 വർഷങ്ങളിലാണ് ബാലൻഡിയോർ നേടിയത്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.